ശ്രീ കെ പി നൌഷാദ് അലി, ഇന്ന് LDF യോഗശേഷം LDF കൺവീനറുടെ വാർത്താ സമ്മേളനം താങ്കൾ കണ്ടിരിക്കും. യോഗശേഷം പുറത്തിറങ്ങിയ ഘടകകക്ഷികളുടെ പ്രതികരണവും കണ്ടിരിക്കും. അപ്പോൾ RSS നേതാക്കളെ ഊഴമിട്ട് കാണുന്ന ADGPക്കെതിരെ നടപടിയില്ല. ഈ IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലൊക്കെ നടപടിയെടുക്കുമ്പോൾ ചില നടപടിക്രമങ്ങളുണ്ട്, അതിന് ഇത്തിരി സമയമെടുക്കും. സ്മൃതി, ഇവിടെ ഈ LDF യോഗത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടു. LDFിൻ്റെ എല്ലാ ഘടകകക്ഷികളും CPM ഒഴികെയുള്ള ഘടകകക്ഷികൾ ഒരു നിലപാട് ശക്തമായി പറയുന്നു. CPMനകത്തും ഒരു 98% വരുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ ഈ ഘടകകക്ഷികളുടെ നിലപാട് തന്നെയായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ശക്തമായൊരു നിലപാട്, അദ്ദേഹത്തിന് ഒരിക്കലും ഈ പറഞ്ഞ RSS പ്രീണനത്തിൽ നിന്നോ അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഈ കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൽ നിന്നോ പിറകോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാവണം അദ്ദേഹം ഒഴികെയുള്ള ആളുകളൊക്കെ ഒരേ മനസ്സായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുടെയോ അദ്ദേഹത്തിൻ്റെ ഒരു തൻപ്രമാണിത്വം നിറഞ്ഞ ഒരു ശാഠ്യത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ അജിത് കുമാറിനെതിരെ ഒരു നടപടിയുമില്ലാതെ ആ യോഗം പിരിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ ഘടകകക്ഷി നേതാക്കൾ മിക്ക ആളുകളും പുറത്തു വന്നിട്ട് അതിലുള്ള അവരുടെ വലിയ നിരാശ അവർ പ്രകടമാക്കിയിട്ടുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, ഇവിടെ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുസമൂഹത്തിന് മുമ്പാകെ ഇവിടുത്തെ CPM MLA അല്ലെങ്കിൽ CPM പിന്തുണച്ച MLA ഒരുപാട് ആരോപണങ്ങൾ പരസ്യമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഫോൺ ചോർത്തുന്നുണ്ട്, കൊലപാതകിയാണ്, കൊട്ടേഷൻ സംഘാംഗമാണ്, സ്വർണം പിടിച്ചു പറിക്കാരനാണ്, ദാവൂദ് ഇബ്രാഹിമിൻ്റെ അനുയായിയാണ്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പാതകങ്ങളൊക്കെയുള്ള ആളാണ് അദ്ദേഹം എന്ന് വ്യക്തമായിട്ട് MLA ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടൊരു റിപ്പോർട്ടൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ വേണമെങ്കിൽ ആ ഒരു സാങ്കേതികത്വത്തിൻ്റെ പേരിൽ. എന്നാൽ ഇവിടെ RSSൻ്റെ അത്യുന്നതരായ 2 നേതാക്കളെ ADGP കണ്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ആ യാത്രകളുടെ ട്രാവൽ ലോഗ് ബുക്ക് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്, അനുധാവനം ചെയ്ത ആളുകളുടെ സ്ഥിതി വിവരങ്ങളുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർത്തി എന്നാണ് PV അൻവർ പറഞ്ഞത്. അല്ല, അതെ, തീർച്ചയായിട്ടും. അപ്പം അത്തരത്തിലൊക്കെയുള്ള എല്ലാ വിവരങ്ങളും മുമ്പിലുണ്ടായിട്ടും ഈ പറഞ്ഞ ആളെ ഒന്ന് സ്ഥാനത്ത് നിന്ന്, ചുമതലയിൽ നിന്നൊന്ന് മാറ്റാൻ പോലും ഈ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പോലീസും ഈ ഭരണവും ഒക്കെ ആരുടെ പിടിയിലാണ്? CPMനോ ഇടതുമുന്നണിക്കോ വല്ല ബന്ധവും ഈ ഭരണവുമായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. പിണറായി വിജയൻ എന്നൊരു റബ്ബർ സ്റ്റാമ്പിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആരാണ് ഈ ഭരണത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. RSS എന്ന 3 അക്ഷരമാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. ഈ നാട്ടിലെ 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ചോരയും വിയർപ്പും ചിന്തി ഉണ്ടാക്കിയ ഒരു പാർട്ടിയും ഭരണവും ഒക്കെ RSSൻ്റെ കാൽ കീഴിൽ കാണിക്കയായി അർപ്പിച്ച പിണറായി വിജയൻ്റെ മുഖമാണിവിടെ സമ്പൂർണ്ണമായിട്ട് അനാവൃതമാകുന്നത്. അങ്ങനെ അനാവൃതമാകുമ്പോഴും അദ്ദേഹം വീണ്ടും വീണ്ടും അതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് വളരെ അത്ഭുതമുണ്ടാക്കുന്നു. ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നൊക്കെ പാട്ടുപാടി നടന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിഷ്കളങ്കരായ പ്രവർത്തകരെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പക്ഷേ പിണറായി വിജയൻ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് സ്മൃതി. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. കാരണം ഇവിടെ ഈ കരുവന്നൂർ ബാങ്ക് കേസൊക്കെ നമ്മൾ എന്ത് സീരിയലൈസ് ചെയ്ത് ചർച്ച ചെയ്താണ്. എത്രയോ ദിവസങ്ങൾ നിങ്ങളും ഞാനും ഒക്കെ ഇവിടെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ശ്രീ നൌഷാദ് അലി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.